2021 ഓഗസ്റ്റ് 16 എറണാകുളത്തെ വൈപ്പിനിൽ ഭർത്താവും കുട്ടികളും ഒന്നിച്ച് ജീവിച്ചിരുന്ന 35 വയസ്സുള്ള രമ്യയെ ആ ദിവസം മുതൽ പെട്ടെന്ന് കാണാതാകുന്നു. രമ്യയെ കാണാത്തതിനാൽ അയൽക്കാരും പരിചയക്കാരും അവളുടെ ഭർത്താവിനോടും മക്കളോടും രമ്യയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൾ പഠിക്കാൻ കേരളത്തിന് പുറത്തു പോയിരിക്കുന്നു എന്നവർ പറഞ്ഞു. പക്ഷേ രമ്യ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും അടുത്ത ബന്ധുക്കളെയോ എന്തിനു സ്വന്തം മക്കളെപ്പോലും ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. ഏതാണ്ട് 6 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതോടെ രമ്യയുടെ സഹോദരൻ പോലീസിൽ രമ്യയെ കാണാനില്ലെന്ന് കാണിച്ചൊരു പരാതി നൽകി. അപ്പോൾ രമ്യയെക്കുറിച്ച് മറ്റൊരു കഥ പ്രചരിച്ചു. രമ്യയെക്കുറിച്ച് ഒരു വിവരവും പോലീസ് അന്വേഷണത്തിൽ അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് കേരളം ഒന്നാകെ ഞെട്ടിച്ച ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതോടെ കാണാതായ രമ്യയെ കണ്ടെത്താൻ പോലീസും തുനിഞ്ഞിറങ്ങി. പിന്നെ കേട്ടത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ചിലതായിരുന്നു. എന്തായിരുന്നു രമ്യയ്ക്ക് സംഭവിച്ചത്? ആരായിരുന്നു രമ്യയെ കൊല ചെയ്തത്? സുഹൃത്തുക്കളെ, ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. 45 വയസ്സുള്ള പെയിന്ററായ സജീവനും 35 വയസ്സുള്ള രമ്യയും കൊച്ചി വൈപ്പിനിലെ എടവനക്കാട് വാടക വീട്ടിൽ 17ഉം 10ഉം വയസ്സുള്ള അവരുടെ 2 കുട്ടികൾക്കൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. രമ്യ എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നു. സജീവനും രമ്യയും രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് മടങ്ങിയെത്തുന്നതാണ് പതിവ്. മക്കൾ രാവിലെ പഠിക്കാൻ പോയി വൈകുന്നേരം വീട്ടിലേക്കെത്തും. ഇവരുടെ കുടുംബജീവിതം അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. രമ്യയും സജീവനും വീടിനുള്ളിൽ മിക്കപ്പോഴും പല കാര്യങ്ങൾക്കും വഴക്കായിരുന്നു. വഴക്കിട്ട് ഒരുപാട് ദിവസങ്ങൾ മിണ്ടാതിരിക്കുന്നതും പതിവായിരുന്നു. ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം കൂടുതലായും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് സജീവൻ രമ്യയുമായി വഴക്കിട്ടിരുന്നു. ജോലിയും യാത്രാക്ഷീണവും കാരണം മിക്കപ്പോഴും രമ്യ അതിന് മിനക്കെടാറില്ലായിരുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളുമൊന്നും ആ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല സജീവന് രമ്യയെ സംശയമായിരുന്നു. അവർ ആരെ ഫോൺ ചെയ്താലും ഇയാൾക്ക് സംശയമായിരുന്നു. രമ്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് ഇയാൾ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ രമ്യയോട് സജീവൻ നിരന്തരം വഴക്കിടുകയും എറണാകുളത്ത് ജോലിക്ക് പോകുന്നത് അയാളെ കാണാനെന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. വീടിനുള്ളിൽ കെട്ടവനായ സജീവൻ ആ നാട്ടുകാർക്ക് നല്ലവനായ പരസഹായിയായിരുന്നു. മദ്യപാനം, ചീട്ടുകളി, ലഹരി ഉപയോഗം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാരും ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്. ജോലിയില്ലാത്തപ്പോഴും ജോലി നേരത്തെ കഴിയുന്ന ദിവസങ്ങളിലും അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്കൊപ്പം ഇയാളും കളിക്കാൻ കൂടിയിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇയാളൊരു സാധു മനുഷ്യനായിരുന്നു. സജീവൻ രമ്യയെ വിവാഹം കഴിച്ച ശേഷം രമ്യയുടെ വീട്ടുകാരുമായും ഒരകൽച്ച സൂക്ഷിച്ചിരുന്നുവെന്ന് രമ്യയുടെ സഹോദരൻ പറയുന്നുണ്ട്. ഇവരുടെ മക്കളെ മാത്രമായി ഇടയ്ക്കിടയ്ക്ക് സജീവൻ ആ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. രമ്യയെ കാണാതാകുന്ന ദിവസം 2021 ഓഗസ്റ്റ് 16 സജീവൻ അവരുടെ 2 മക്കളെയും രമ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. ശേഷം ഇയാൾ രാവിലെ 8:15 ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. അയാൾ പോകുന്നത് രമ്യ പുറത്തു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രമ്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവർ മുൻവാതിലും ഗേറ്റും ലോക്ക് ചെയ്തില്ല. അതവരുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് സജീവനും അറിയാം. രമ്യ വാതിൽ തുറന്നിട്ടിട്ട് വീടിനുള്ളിലിരിക്കും. സജീവൻ രമ്യ വീടിനുള്ളിൽ കയറിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് തിരികെ എത്തി. അയാൾ ഒച്ചയുണ്ടാക്കാതെ വീടിനുള്ളിൽ കടന്ന് ഒളിച്ചിരുന്നു. അയാളുടെ പ്ലാനും അതായിരുന്നു. രമ്യ കാണാതെ വീടിനുള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് രമ്യയുടെ ഫോൺ സംഭാഷണം കേൾക്കുക എന്നത്. ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ സജീവൻ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് രമ്യ കണ്ടാൽ പറയാനുള്ള കള്ളവും ഇയാൾ മനസ്സിൽ കരുതിയിരുന്നു. എന്തെങ്കിലും മറന്നുപോയത് എടുക്കാനായിരുന്നുവെന്ന് അവളോട് പറയാം. വീടിനകത്തേക്ക് വന്ന് ഒളിച്ചിരുന്ന സജീവൻ രമ്യ ബെഡ്റൂമിൽ കിടന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. സജീവൻ രമ്യയുടെ അടുത്തേക്ക് ചെല്ലുകയും ഫോൺ വിളിയെ ചൊല്ലി തർക്കമുണ്ടാവുകയും രമ്യയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഫോൺ വിളിക്കുന്നത് ആരാണെന്ന് നമ്പർ കണ്ടെത്താനാണ് അയാൾ ഫോണിന് പിടിവലി നടത്തിയത്. ഈ സമയം രമ്യ ബെഡ്റൂമിൽ നിന്നും ഫോണുമായി പുറത്തേക്കിറങ്ങി വീടിനുള്ളിൽ കൂടി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസുകൾ ഓടിക്കയറി. സജീവനും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റെയർ റൂമിൻ്റെ ഭാഗത്ത് വെച്ചും പിടിവലി നടന്നു. രമ്യ ടെറസിലേക്ക് ഓടിക്കയറി, ഒപ്പം സജീവനും. ഈ സമയം രമ്യയുടെ ഫോൺ ടെറസിൽ വീണു പൊട്ടി. ആ മൽപ്പിടുത്തത്തിൽ സജീവൻ രമ്യയെ തള്ളി ടെറസിന്റെ ഫ്ലോറിലേക്കിട്ടു. ഇയാൾ അവരുടെ മുകളിലിരുന്ന് അവരെ വീണിടത്തു നിന്നും എണീക്കാതിരിക്കാനായി
അമർത്തിപ്പിടിച്ചു. ഈ സമയം ടെറസിൽ രമ്യയ്ക്ക് കയ്യെത്തും ദൂരെ കിടന്ന ആ കയറിൻ്റെ കഷ്ണം അവൾ കയ്യിലെടുത്തു. പിന്നെ അത് സജീവൻ്റെ കഴുത്തിലിട്ട് മുറുക്കാൻ ശ്രമിച്ചു. അയാൾ അത് തൻ്റെ കഴുത്തിൽ നിന്നും ഊരിയെടുത്ത ശേഷം രമ്യയുടെ കഴുത്തിലിട്ടു. വരിഞ്ഞു മുറുക്കി അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഈ സംഭവം നടക്കുന്നത് പട്ടാപ്പകൽ രാവിലെ 9 മണിക്കാണ്. ആ വീടിന് ചുറ്റും മറ്റൊരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രമ്യയുടെ മരണമുറപ്പിച്ച സജീവൻ ആദ്യം ചെയ്തത് ചുറ്റുവട്ടത്തുള്ള വീടിൻ്റെ ടെറസിലേക്ക് നോക്കുകയായിരുന്നു. അവിടെ ആരെങ്കിലും ഇത് കണ്ടോ എന്നായിരുന്നു അയാളുടെ ഭയം. എന്നാൽ ആ സമയത്ത് ആരും അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് അയാൾ പിന്നീട് ഉറപ്പുവരുത്തി. പോലീസിനും അതൊരു സംശയമുണ്ടായിരുന്നു. ഈ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു പിടിവലിയും കൊലയും നടന്നിട്ട് ആരും കാണാതെ പോയത് എങ്ങനെയെന്ന് പോലീസിനെയും അത്ഭുതപ്പെടുത്തി. സജീവൻ രമ്യയുടെ മൃതദേഹത്തെ ടെറസിൽ നിന്നും വലിച്ചിഴച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വീടിൻ്റെ ഹാളിൽ കിടത്തി. ഈ ബോഡി എങ്ങനെ മറവ് ചെയ്യണമെന്നായി പിന്നീടുള്ള അയാളുടെ ആലോചന. അതിനായി അയാൾ യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടു. ഒടുവിൽ വീടിൻ്റെ സിറ്റൗട്ടിനോട് ചേർന്ന് മറവ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. അതിനായി സജീവൻ പരിസരത്തെ വീട്ടിൽ നിന്നും തൂമ്പ വാങ്ങി. പിന്നെ ആ ഭാഗത്തായി ഒരു ടാർപോളിൻ വലിച്ചുകെട്ടി മറയുണ്ടാക്കി. രാത്രി 10 മണിയോടെ കുഴിയെടുത്തു. നല്ല ഇളക്കമുള്ള പഞ്ചാര മണ്ണായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ കുഴിയെടുക്കാൻ കഴിഞ്ഞു. ബോഡിയിലെ അടിവസ്ത്രമൊഴികെയുള്ള മറ്റു വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം അയാൾ മാറ്റി. അത് യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്തതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഡെഡ് ബോഡി കണ്ടാലും അത് രമ്യയുടേതാണെന്ന് തോന്നരുത് എന്ന് കരുതിയായിരുന്നു അത്. ബോഡി മറവ് ചെയ്ത ശേഷം ടാർപോളിനൊക്കെ സജീവൻ അഴിച്ചു മാറ്റി. അടുത്ത ദിവസങ്ങളിലായി സജീവൻ വളർത്തിയിരുന്ന ഡോഗ് ആ ശവക്കുഴി മാന്തുന്നത് അയാൾ കണ്ടു. അയാൾ അതിനെയും വിഷം കൊടുത്തു കൊന്നു. രമ്യയെ കൊന്നുകഴിഞ്ഞ് സ്വന്തം മക്കളോട് ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ അമ്മ അവളുടെ ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാണ്. അങ്ങനെ പുറത്തറിഞ്ഞാൽ അത് നാണക്കേടാണ്. അതുകൊണ്ട് പുറത്ത് ആര് ചോദിച്ചാലും നിങ്ങളുടെ അമ്മ ബാംഗ്ലൂർ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അയാൾക്ക് മക്കളോട് നല്ല സ്നേഹമായിരുന്നു. കുട്ടികളെ നന്നായി നോക്കിയിരുന്ന ഒരച്ഛനായിരുന്നതിനാൽ സജീവൻ പറഞ്ഞത് ആ കുട്ടികൾ വിശ്വസിച്ചു. രമ്യയുടെ ഫോൺ ഇയാൾ സിം കാർഡ് മാറ്റിയ ശേഷം കടൽ തീരത്ത് ഉപേക്ഷിച്ചു. രമ്യയെ കൊന്ന് 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 18-ന് ഇയാൾ അവിടെയുള്ള കടയിൽ നിന്നും രമ്യയ്ക്കായി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി. അതോടൊപ്പം കടക്കാരോട് പറഞ്ഞത് തൻ്റെ ഭാര്യ പഠിക്കാൻ ബാംഗ്ലൂർക്ക് പോകുന്നു, അതിനായിട്ടാണ് ഈ ഡ്രസ്സ്. അങ്ങനെ രമ്യ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞ ശേഷം രമ്യയെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായതോടെ രമ്യയുടെയും ഇയാളുടെയും ബന്ധുക്കളും അതുപോലെ തന്നെ അടുത്തറിയാവുന്നവരും രമ്യ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പുതിയ ഒരു കഥയുണ്ടാക്കി. രമ്യ അവളുടെ ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാണ് ആ കഥ. രമ്യയുടെ സഹോദരൻ സജീവനോട് രമ്യയുടെ പുതിയ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഇയാൾ നിരന്തരം ഒഴിഞ്ഞുമാറി. രമ്യയുടെ സഹോദരൻ രമ്യയുടെ മക്കളോട് നിരന്തരം അവരുടെ അമ്മയുടെ ഫോൺ നമ്പർ ചോദിച്ചപ്പോഴും അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോഴും ആ കുട്ടികളെ അവരുടെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത് തന്നെ ആവർത്തിച്ചു. ഈ സഹോദരൻ അങ്ങനെ 2 കുട്ടികളെയും വെവ്വേറെ മാറ്റി നിർത്തി ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ കുട്ടികൾ മാമനോട് പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ, അതായത് സഹോദരൻ സജീവനോട് രമ്യയെക്കുറിച്ച് വീണ്ടും ചോദിച്ചു. അപ്പോൾ സജീവൻ പറഞ്ഞത് രമ്യ ബാംഗ്ലൂരിൽ നിന്നും ഗൾഫിന് പോയി എന്നാണ്. രമ്യയുടെ മകൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വന്നിട്ടും രമ്യ വിളിക്കാത്തതിൽ സംശയം തോന്നിയ രമ്യയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകാനിറങ്ങി. ആ സഹോദരനെ ആദ്യം സജീവൻ വിലക്കി. ആ സമയത്ത് രമ്യയുടെ സഹോദരനോട് പറഞ്ഞത് രമ്യ ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിപ്പോയി, അത് പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്, അതുകൊണ്ട് പരാതിക്കിറങ്ങണ്ട എന്നായിരുന്നു. എന്നാൽ സഹോദരൻ പരാതിയുമായി മുന്നോട്ടു നീങ്ങി. തൊട്ടു പിന്നാലെ സജീവനും പോലീസിൽ പരാതി നൽകി. ഒപ്പം രമ്യ കാമുകനൊപ്പം ഒളിച്ചോടിയെന്ന വിശ്വസനീയമായ കഥയും പോലീസിനോട് ഇയാൾ ആവർത്തിച്ചു. കുട്ടികളും ഇതേ കഥ തന്നെ പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് വിശ്വസിച്ചു. രമ്യയുടെ സഹോദരൻ പരാതി നൽകി 6 മാസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു വിവരവും രമ്യയുടെ വീട്ടുകാർക്ക് ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ഇലന്തൂർ നരബലി കേസ് വന്നതോടെ കേരളത്തിൽ നിന്നും കാണാതായ സ്ത്രീകളെക്കുറിച്ച് കിട്ടിയിട്ടുള്ള പരാതികളെക്കുറിച്ച് വീണ്ടും കാര്യക്ഷമമായി അന്വേഷിക്കാൻ അന്നത്തെ DGP പോലീസിന് നിർദ്ദേശം നൽകി. രമ്യയുടെ കേസ് അപ്പോഴേക്കും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. ഇത്തവണ ക്രൈംബ്രാഞ്ചിനോടും സജീവനും കുട്ടികളും രമ്യ ഒളിച്ചോടി എന്ന് പറഞ്ഞതിനൊപ്പം ഗൾഫിലേക്ക് പോയി എന്നുകൂടി പറഞ്ഞിരുന്നു.
രമ്യയുടെ ഫോൺ 2021 ഓഗസ്റ്റ് 16 ശേഷം നിശ്ചലമായതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. രമ്യ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ട് വഴി വിദേശത്തേക്ക് പോയോ എന്നായി പോലീസിന്റെ അടുത്ത അന്വേഷണം. ആ അന്വേഷണത്തിൽ രമ്യ വിദേശത്ത് പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. കുട്ടികൾക്ക് അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതാണ് അമ്മയെപ്പറ്റി പറയുന്നതെന്നും പോലീസ് മനസ്സിലാക്കി. പോലീസ് അന്വേഷണത്തിൽ നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് വളരെ നല്ല അഭിപ്രായങ്ങളായിരുന്നു. എങ്കിലും ക്രൈംബ്രാഞ്ച് പോലീസിന് സജീവനെ സംശയമായി തുടങ്ങി. അവർ സജീവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ അത് അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ 15 മാസങ്ങൾക്കിപ്പുറം പോലീസ് സജീവനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു. പോലീസിനോട് തൻ്റെ ഭാര്യയെ കൊന്നതിൽ യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ആ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയത്. ഏതായാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. കുടുംബജീവിതത്തിൻ്റെ താളമെന്നത് പരസ്പരം സ്നേഹവും വിശ്വാസവും കെയറിങ്ങുമാണല്ലേ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ പിരിഞ്ഞു നിന്നാൽ കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ എങ്കിലും തുണയുണ്ടാവും. ഇവിടെ ഇപ്പോൾ ആ 2 കുട്ടികൾ അനാഥരായി. അവർക്ക് അമ്മയുടെ ജീവൻ പോയി, അച്ഛൻ ജയിലിലുമായി. ദേഷ്യവും വൈരാഗ്യവും കൊലപാതകങ്ങളും ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം വിട പറയുന്നു. ഇറ്റ്സ് മീ ദിവ്യ.